UDF മന്ത്രിസഭയിൽ ലീഗ് മന്ത്രിമാരുടെ പട്ടിക കൈമാറി. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, V അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാരാകും. 5 മന്ത്രിമാരുടെ പട്ടിക പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ VD സതീശന് കൈമാറി. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, വീണ്ടും VD സതീശൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം അപ്പാടെ മുസ്ലിം ലീഗിന് വഴങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. 5 മന്ത്രിമാരുടെ പട്ടികയാണ് ലീഗ് നേതൃത്വം UDFന് VD സതീശന് കൈമാറിയിരിക്കുന്നത്, നിയുക്ത മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ഒപ്പം ലീഗ് നേതൃനിരയിലും ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു. PK ബഷീറിന് ആദ്യം പട്ടികയിൽ ഉണ്ടായിരുന്നു, പിന്നീട് ആ പട്ടികയിൽ നിന്നും മാറ്റിയിരുന്നു. PK ബഷീറിനെ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ ഒരു സമവായത്തിലൂടെ ലീഗ് നേതൃത്വം ഈ പട്ടിക കൈമാറിയിരിക്കുന്നത്, അല്ലേ? KP 5 മന്ത്രിമാരുടെ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, PK ബഷീർ, N ഷംസുദ്ദീൻ, VE അബ്ദുൽ ഗഫൂർ എന്നിവരുടെ പട്ടികയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 മന്ത്രിമാരുടെ പട്ടിക അത് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ 5 മന്ത്രിമാരുടെ വ്യവസ്ഥയിൽ ടേം വ്യവസ്ഥ വേണമെന്നോ എന്നടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിലിപ്പോൾ മറുപടി കൃത്യമായി പറഞ്ഞിട്ടില്ല. എന്തായാലും 5 മന്ത്രിമാരുടെ പട്ടികയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃത്വമാണ് പാണക്കാട് ശിഹാബ് അലി തങ്ങളാണ് ഇത്തരത്തിൽ പട്ടിക കൈമാറിയിരിക്കുന്നത്. 5 മന്ത്രിമാർ ഉൾപ്പെട്ടിരിക്കുന്നു. അതിൽ PK കുഞ്ഞാലിക്കുട്ടി, അതോടൊപ്പം തന്നെ KM ഷാജി, PK ബഷീർ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PK ബഷീറിൻ്റെ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ നേരത്തെ നിലനിന്നിരുന്നു. അതിനുശേഷം പാർട്ടിയിൽ തന്നെ മുസ്ലിം ലീഗിൽ തന്നെ വലിയ രീതിയിൽ ഈ എതിർപ്പുകൾ ഉയർന്ന സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട PK ബഷീർ തന്നെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു തർക്കം നിലനിന്നിരുന്നു. ആ തർക്കത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 5 മന്ത്രിമാരുടെ പേര് നിലവിൽ നൽകിയിരിക്കുകയാണ്. ഇത് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത് 4 മന്ത്രിമാരും മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ എത്ര കണ്ട് ഈ പട്ടിക പരിഗണിക്കുമെന്നത് അറിയില്ല. എന്തായാലും 5 മന്ത്രിമാരിൽ തന്നെ ഉറച്ചാണ് ലീഗ് നിൽക്കുന്നത്. 4 മണിയോടെ കാര്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം പറയുന്നത്. 4 മണിയോടുകൂടി തന്നെയാണ് പൂർണ്ണമായിട്ടൊരു പട്ടിക, അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും മറ്റ് ഘടകകക്ഷികളുടെ എല്ലാവരുടെയും ചേർത്ത് സമഗ്രമായൊരു പട്ടിക പ്രഖ്യാപിക്കുകയുള്ളൂ. 21 അംഗങ്ങളുടെ മന്ത്രിമാരുടെ ഒരു പട്ടിക പ്രഖ്യാപിക്കുകയുള്ളൂ. എന്തായാലും ലീഗ് അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ നേരത്തെ തർക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിർത്തുന്നു. 5 മന്ത്രിമാരെ പറ്റില്ല എന്ന് കോൺഗ്രസ് ഒപ്പം തന്നെ ഈ 5 മന്ത്രിമാരുടെ പട്ടികയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. പലരും ലീഗ് കുപ്പായത്തിൽ മന്ത്രിമാരാകാനുള്ള താല്പര്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു. കാസർഗോഡ് KM അഷ്റഫ് അടക്കം അത്തരമായി അവകാശവാദം ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനായിട്ടുള്ള പ്രകടനം, അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രകടനം കുമ്പളയിൽ നടന്നു എന്നും ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു ലീഗ് നേതൃത്വം ഒരു പട്ടിക കൈമാറിയിട്ടുണ്ടെങ്കിലും ചില അവകാശവാദങ്ങളും ചില പ്രതിഷേധങ്ങളും അപസ്വരങ്ങളും ഇനിയും ഉണ്ടാകും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ടല്ലേ? KP, അതായത് ഇതിൽ സംഭവിച്ചതെന്ന് പറയുന്നത് മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള മന്ത്രിമാരുടെ പട്ടികയാണ് നിലവിൽ ഏറ്റവും കൂടുതലായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നത്. അതാണ് ലീഗിനുള്ളിൽ തർക്കമുണ്ടാവാൻ കാരണമായതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ജില്ലകളിൽ നിന്ന് ജയിച്ചു വന്ന സ്ഥാനാർത്ഥികൾ അവരുടെ പട്ടിക കൂടി ഇത്തരത്തിൽ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികളിൽ കൂടി അവരുടെ പ്രാതിനിധ്യം അനുസരിച്ച് മന്ത്രിമാരായിട്ട് ഉൾപ്പെടുത്തണമെന്നൊരു ആവശ്യം ലീഗിൽ ഉയർന്നു വന്നിരുന്നു. എല്ലാവരും ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരായി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിർദ്ദേശം പാർട്ടിക്കുള്ളിൽ തന്നെ ലീഗിനുള്ളിൽ തന്നെ മുന്നോട്ട് വന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു പൊട്ടിത്തെറികളാണ് ഉണ്ടായത്. ഇതിന് ശേഷമാണ് ഇത്തരത്തിൽ PK ബഷീർ അടക്കമുള്ളവരെ പരിഗണിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി അദ്ദേഹം തുറന്നു പറയുന്നൊരു സാഹചര്യമൊക്കെ എത്തുന്നത്. തുടർന്നാണ് തർക്കങ്ങൾ നിലനിൽക്കുകയും അതിൽ നിന്നൊരു സമവായം രൂപപ്പെട്ട് വരികയും ആണ്. പിന്നീടാണ് ഈ 5 മന്ത്രിമാരുടെ പട്ടിക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായാലും ലീഗ് 5 മന്ത്രിമാരുടെ പട്ടികയാണ് നൽകിയിരിക്കുന്നത്. ഇത് അന്തിമമാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത് അല്ലെങ്കിൽ ഈ
ഇതിൽ അവസാന തീരുമാനമെടുക്കുന്നത് UDF നേതൃത്വമാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. അതിലേക്ക് എത്തുമ്പോൾ ഏത് പേര് സ്വീകരിക്കും, അല്ലെങ്കിൽ ആര് ഈ കൊടുത്ത പട്ടികയിൽ നിന്നും ആരെ തള്ളുമെന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ലീഗ് നേരത്തെ തീരുമാനിച്ച അതേ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു. 5 മന്ത്രിമാരെന്ന നിലപാട് ലീഗ് ആദ്യം തൊട്ടേ സ്വീകരിക്കുന്ന നിലപാടാണ്. ആ നിലപാട് തന്നെ ലീഗ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി പേര് വിവരങ്ങൾ നമുക്കൊന്നുകൂടി പരിശോധിക്കാം. പ്രധാനമായിട്ടും ആദ്യത്തെ പേര് PK കുഞ്ഞാലിക്കുട്ടിയാണ്, രണ്ടാമത് KM ഷാജി, PK ബഷീർ, N ഷംസുദ്ദീൻ, VE അബ്ദുൽ ഗഫൂർ എന്നിങ്ങനെ 5 പേരുടെ പേരാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായി ഇതിൽ നിന്ന് തള്ളിക്കളയുന്നെങ്കിൽ അത് VE അബ്ദുൽ ഗഫൂറിൻ്റെ പേരായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സമവായ ചർച്ചകളെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു. അതിൽ നിന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും മുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റെ ആ ഒരു നിർദ്ദേശത്തിന് കീഴ്വഴക്കത്തിന് വി.ഡി. സതീശൻ വഴങ്ങുമോ, വഴങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കേണ്ടത്. UDF മന്ത്രിസഭയിൽ ലീഗ് മന്ത്രിമാരുടെ പട്ടികയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, V അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മന്ത്രിമാരാവുക. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.